1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഷീറ്റ് ഇട്ട് വളരെ സുരക്ഷിതമായി പാർക്കിംഗ് ഏരിയ വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായി 1, 2, 3 ദിവസമൊക്കെ യാത്രയ്ക്ക് പോകുന്നവർ ബൈക്ക് ഇവിടെ വെച്ച് പോവുക സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് എത്ര ബൈക്കുകൾ കത്തി നശിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഈ പരിസരത്തെ മുഴുവൻ ബൈക്കുകളും കത്തിയമർന്ന് അസ്ഥിപഞ്ജരങ്ങളായി മാറിയിരിക്കുന്നു. ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ആശ്വാസമുണ്ട്, ഒരു മഹാദുരന്തം ഒഴിവായുക. ഈ ഷീറ്റില്ലായിരുന്നെങ്കിൽ ഈ ബൈക്കുകളിലെ പെട്രോൾ ടാങ്കുകൾ പൊട്ടിത്തെറിച്ച് സമീപത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പടരുമായിരുന്നു. സമീപത്ത് തന്നെയാണ് ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകൾ നിർത്തിയിട്ടിരുന്നിരിക്കെ പടരുമായിരുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നു. അത് ഒഴിവായി എന്നൊരു ആശ്വാസം ഇപ്പോൾ നമുക്ക് പറയാനാകും. പക്ഷേ അതേസമയം തന്നെ വലിയ രീതിയിലുള്ള 5:40 കൂടിയാണ് തീ പടർന്ന് പിടിക്കുന്നത്. 6:15 അവിടെ വാഹനം കൊണ്ടുപോയവരുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ വണ്ടി കൊണ്ടുവച്ച ലേഡി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 6:15 കൂടിയാണ് അവരവിടെ വണ്ടി കൊണ്ട് വയ്ക്കുന്ന സമയത്ത് അവിടെ തീ കത്തുന്നില്ല. അപ്പോൾ 6:15 കൂടിയാണ് തീ പടർന്ന് പിടിച്ചത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 5:40 എന്നൊരു ദൃക്സാക്ഷി പറഞ്ഞെങ്കിലും 6:10 കൂടി അവിടെ ആ ഷെഡിൽ തന്നെ ഒരു ബൈക്കൊരു സ്ത്രീ കൊണ്ട് വയ്ക്കുന്നുണ്ട്. ആ പാസഞ്ചർ പറഞ്ഞതനുസരിച്ച് 6:15 കൂടി കൊണ്ടുവച്ച് അവർ ടിക്കറ്റ് എടുക്കാൻ പോയി എന്നാണ്. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷമാണ് തീ പടർന്നു തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ തീ പിടിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം നമുക്കിനിയും ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ പുറത്തുനിന്നുള്ള സർക്യൂട്ടോ മറ്റോ ആണോ കാരണമെന്ന് നമുക്കറിയില്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നുള്ള ബാറ്ററി പൊട്ടിത്തെറിച്ചാണോ, അത്തരത്തിലുള്ള ചില സംശയങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്താണ് വസ്തുതയെന്ന് നമുക്കറിയില്ല. 100-ലേറെ ബൈക്കുകൾ കത്തിയത് ചേച്ചി എത്ര മണിയുടെ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു? ഞാൻ ഇന്നലെ രാവിലെ വന്നാണ്. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചേച്ചി വേറെ ഒന്നും പറയണ്ട. എത്ര മണിയുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ചേച്ചിക്ക്? ഞാൻ നൈറ്റാ കയറിയത്. ഈ തീ പിടിക്കുമ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു? അതിനകത്തായിരുന്നു പുറത്തായിരുന്നു? അകത്ത്. ആ ഷീറ്റുകൾ മറ്റേ ബോർഡുകൾ വെച്ചു കൊടുത്തായിരുന്നു? അതായത് ഈ നമ്മളെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലമുണ്ട് ഇവിടെയല്ല, ഇവിടെ അവിടെയാണ് ഇരുന്നത്. എന്നിട്ട് അവിടെ തീ എവിടെ പഠനമുണ്ട് ചേച്ചി അവിടുന്ന് തീ പഠനമുണ്ട് പറഞ്ഞ പോലീസ് പറയണ്ടെന്നൊക്കെ പറയും. അത് പറഞ്ഞു നിങ്ങൾ. ഇപ്പൊ നമ്മള് വേറെ നുണയൊന്നുമല്ല പറയുന്നത്, ഇവിടെ നടന്ന സംഭവമല്ലേ ചോദിക്കുന്നത്. തീ പടർന്നത് ഇവിടെ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് വീണത്. മറ്റേ കമ്പിയുടെ അവിടെ നിന്ന് വീണു. അവിടെ നിന്ന് അങ്ങോട്ട് തീ പിടിച്ചു. ഇലക്ട്രിക് ലൈനിൽ നിന്ന് താഴെ വീണതാണ് അല്ലേ? ഓക്കെ. അവിടെ നിന്നാണ് താഴെ വന്ന് ബൈക്കിലേക്ക് വീഴുന്നത്. അവിടെ തീ പിടിക്കുന്നു. ബൈക്കിലേക്കല്ല, ബൈക്കിന്റെ കവറുമിലേക്കാ വീണേ. അതാണ് പെട്ടെന്ന് കത്താൻ. റബ്ബറാണല്ലോ, ഷീറ്റ് ആണല്ലോ അല്ലേ? അപ്പൊ മോളിൽ നിന്ന് തീ വീഴുന്ന ചേച്ചി കണ്ടു, ബൈക്കിന്റെ അവിടെ കണ്ടു, ബൈക്കിന്റെ ഷീറ്റുമ്മയാണ് വീണത്, തീ പടർന്നു അല്ലേ? അപ്പൊ പോലീസുകാർ വരെ പിന്തിരിപ്പിക്കുകയാണ്. പറയുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ആവശ്യമില്ലാതെ പോലീസുകാർ പിന്തിരിപ്പിക്കേണ്ട കാര്യം? സത്യം പറയുന്നതിനകത്ത് അവർക്ക് സംശയം വേണ്ട. നമ്മളത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഇതിന്റെ സൂക്ഷിപ്പുകാരായിരുന്ന എന്താ സംഭവിച്ചത്? നമുക്ക് ആദ്യം മെസ്സേജ് കിട്ടുന്നത് 2 വാഹനങ്ങൾ കത്തുന്നു എന്നുള്ള മെസ്സേജാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. അതിനെ ബേസ് ചെയ്ത് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത് എത്താൻ. അപ്പോഴത്തേക്ക് ഇപ്പോൾ വന്നപ്പോഴേ മൊത്തത്തിൽ കത്തുവാണ്. പിന്നെ നമ്മളെ 2 യൂണിറ്റ് 2 ഭാഗത്തു നിന്ന് വെള്ളം അടിച്ചു. മറ്റേ സിഗ്നൽ യൂണിറ്റ് ഒന്നും കംപ്ലൈൻറ്റ് ഉണ്ടായില്ല. അതുകൊണ്ട് ട്രെയിനിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിന്നെ വാഹനങ്ങൾ കുറച്ച് കത്തിയിട്ടുണ്ട്. സ്പാർക്ക് വന്നത് നമുക്ക് യഥാർത്ഥം നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് മെസ്സേജ് കിട്ടുന്നത് 2 വാഹനങ്ങൾ കത്തുന്നു എന്നുള്ള മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സൂക്ഷിപ്പുകാർ ഇവരെ നടത്തുന്ന ആളുകളുണ്ട്. കെയർ ടേക്കർ എന്നൊരു ലേഡി പറഞ്ഞത് മുകളിൽ നിന്ന് ഒരു സ്പാർക്ക് താഴേക്ക് വീഴുന്നു, അത് ബൈക്കിന്റെ ഷീറ്റിലേക്ക് വീഴുന്നു, അവിടെ നിന്ന് തീ പിടിക്കുന്നു. പക്ഷേ അത് നമുക്ക് കൂടുതൽ പരിശോധന കൂടെ നമുക്കത് മാറുന്നത്. കാരണം ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മളിപ്പം ഫയർ ഫൈറ്റ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിഗ്നൽ സംവിധാനം തകരാറിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ചെറിയ റൂമാണ്. ആ റൂമിനകത്ത് സിഗ്നൽ സംവിധാനം തകർന്നു കഴിഞ്ഞാൽ മൊത്തം ട്രെയിനും നിൽക്കേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് നമ്മളിപ്പോൾ സിഗ്നൽ സംവിധാനം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടുകൾ ട്രെയിനിന് യാതൊരു ബുദ്ധിമുട്ടുകളും ട്രെയിൻ ഗതാഗതം പ്രശ്നം വരില്ല. നിലവിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പാർഷ്യൽ ഭാഗങ്ങൾ പുറത്ത് കത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അത് അവർ ഇതൊക്കെ പരിശോധനയ്ക്ക് ശേഷം പറയാൻ പറ്റുള്ളൂ. ഏതായാലും വലിയ ഇപ്പോൾ അതിൻ്റെ കെയർ ടേക്കറായിരുന്ന ലേഡി പറഞ്ഞു കഴിഞ്ഞു സംഭവം എന്താണ് നടന്നതെന്ന്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ മുകളിലെ കാണുന്ന മുകളിൽ നിന്നും സ്പാർക്ക് താഴേക്ക് വീഴുന്നു. ആ സ്പാർക്ക് താഴേക്ക് വീണ് അത് സ്കൂട്ടറിൻ്റെ റബ്ബർ ഷീറ്റിലേക്ക് വീഴുന്നു. ആ റബ്ബർ ഷീറ്റിന് തീ പിടിക്കുന്നു. അവിടെ നിന്ന് തീ പിടിച്ച് മുഴുവൻ ബൈക്കുകളിലേക്കും ഈ തീ പടരുന്നു എന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ആ ദൃശ്യങ്ങളിലേക്ക് കൃത്യമായി പോയാൽ റെയിൽവേ സിഗ്നൽ
സംവിധാനമാണ്. അതിൻ്റെ സിഗ്നൽ സംവിധാനത്തിൽ വൈദ്യുതി പോകുന്നുണ്ട്. അതിൽ നിന്നും താഴേക്ക് ഒരു സ്പാർക്ക് താഴേക്ക് വരുന്നു, തീ താഴേക്ക് എത്തുന്ന തീ സ്വാഭാവികമായും ഈ ബൈക്കുകളുടെ എല്ലാം ഷീറ്റുകൾ റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അത്തരത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീ അതിലേക്ക് പടരുന്നു. ആ തീ അവിടെ നിന്ന് മറ്റ് ബൈക്കുകളിലേക്ക് പടരുന്നു. അത്തരത്തിൽ ആ തീ മുഴുവൻ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ ബൈക്കുകളിലേക്കും പകർന്ന് അത് സമ്പൂർണ്ണമായ ഒരു അഗ്നിബാധയിലേക്ക് പോവുകയായിരുന്നു അരുൺകുമാർ.